നമ്മുടെ കോന്നി എം.എൽ.എ. ജനീഷ് കുമാർ അദ്ദേഹം അടുത്ത കാലത്തായി മാസ്സാകാനായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ കൈവിട്ടു പോകുന്നതാണ് നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും അത്തരത്തിലുള്ള ഒരു സംഭവം നടക്കുകയുണ്ടായി. അദ്ദേഹം മുഖ്യമന്ത്രിയെ പരിഹസിക്കാനായിട്ട് ഉന്നയിച്ചൊരു വാദമായിരുന്നു, മുഖ്യമന്ത്രി സന്ദർശനം നടത്തിയ സമയത്ത് കോന്നിയിൽ വന്നില്ല, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പോരാ, അതുപോലെ പി.സി. വിഷ്ണുനാഥിനെതിരെ അദ്ദേഹം റൂം എടുത്ത് അവിടെ ഇരിക്കുകയായിരുന്നു, എങ്ങും വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കുറച്ച് അങ്ങനെ അത്തരത്തിൽ കുറച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. എന്നാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ശക്തമായിട്ട് മറുപടി കൊടുക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാവ് വിജയ് ഇന്ദുചൂടൻ. അദ്ദേഹം ഉന്നയിച്ച പോയിന്റുകളെല്ലാം തന്നെ കൃത്യമായിരുന്നുകൊണ്ട് തന്നെ ഈ ജനീഷ് കുമാറിന്റെ വാദങ്ങളെല്ലാം തന്നെ ഇപ്പം ജനങ്ങളും ചോദ്യം ചെയ്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അല്ല, ഈ ജനീഷിന് ഈ അബദ്ധം പറ്റുന്നെന്ന് പറയുന്നത് ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നുമില്ല. ഒരുപാട് വിഷയങ്ങളിൽ അദ്ദേഹത്തിന് അബദ്ധം പറ്റിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരുപാട് അബദ്ധം പറ്റിയിട്ടുണ്ട്. അത് പിന്നെ നാട്ടുകാർക്കെല്ലാം അറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തെ അപ്പുക്കുട്ടൻ എന്ന ഓമനപ്പേരിലാണ് അവർ വിളിക്കുന്നത്. അതായത് ജഗദീഷിൻ്റെ ഇൻഹരിയർ നഗറിലെ കഥാപാത്രം എല്ലാം ഈ പറയുന്ന എല്ലാം അമളിയാണ്, അബദ്ധത്തിൽ ചെന്ന് ചാടുന്നു എന്നുള്ള പേരിലാണ് ഇദ്ദേഹത്തെ അപ്പുക്കുട്ടൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ കോന്നിയിലേക്ക് മുഖ്യമന്ത്രി വന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പരാതി. കോന്നിയിൽ അതിന് തക്ക ദുരിതം ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, നമ്മളെല്ലാവരും കണ്ടതാണ്, റിപ്പോർട്ട് ചെയ്തതാണ്. ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ ഉണ്ടായിരിക്കുന്നത് റാന്നി, ആറന്മുള, തിരുവല്ല എന്നുള്ളത്. മാത്രമല്ല നമ്മൾ രണ്ടുപേരും പത്തനംതിട്ട ജില്ലക്കാരുമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഈ റാന്നിയിലാണ് ആദ്യത്തെ ദിവസം വിഷയം ഉണ്ടാകുന്നത്. അത് അന്ന് തന്നെ അവിടെ പഴകുളം മധു MLA യുടെ നേതൃത്വത്തിൽ ശക്തമായ രീതിയിൽ അവസാനം തൂത്തുവാരാൻ ആളെ കിട്ടാനായിട്ട് MLA തന്നെ ഇറങ്ങി കടകളും അവിടെ ഇവിടെയൊക്കെ തൂത്തുവാരി, ബസ് സ്റ്റാൻഡ് അടക്കം തൂത്തുവാരി കൊണ്ടുപോയി എന്നുള്ളതാണ്. ഇതിനകത്ത് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ഇത് മിന്നൽ പ്രളയമാണ് ഉണ്ടായത്. ഈ മിന്നൽ പ്രളയം ഉണ്ടാകുന്നു എന്നുള്ളത് രാത്രിയിലാണ് സൂചന കിട്ടുന്നത്. പകലത്തെ കാലാവസ്ഥയിലൊന്നും ഇങ്ങനെ ഒരു പ്രളയം ഉണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടി. ഇതിനിടയ്ക്ക് രാജു എബ്രാഹിമിനെ പോലെ ഈ മുതിർന്ന ഒരു നേതാവ് വിഡിത്തോം വിളിച്ചു പറഞ്ഞു, ഡാം തുറന്നു വിട്ടു എന്ന് പറഞ്ഞു. ഡാം തുറന്നു വിടാൻ, ഡാം വെള്ളം നിറഞ്ഞെങ്കിലല്ലേ ഡാം തുറന്നു വിടാൻ പറ്റും. ഈ ഡാമിൽ വെള്ളമില്ലല്ലോ. ഡാമിൻ്റെ 40% പോലും ഈ മഴയ്ക്ക് മുമ്പ് വെള്ളമില്ല. 32-33% വെള്ളം ഉണ്ടായിരുന്ന ഡാമാണ്. ആ ഡാമിലേക്ക് മഴ കഴിഞ്ഞിട്ട് പോലും 40% മേളിലേക്ക് ഈ ഡാമുകളിലെ വെള്ളം പോയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ പിന്നീട് ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചാൽ നദിയിലേക്ക് കൂടുതൽ വെള്ളം എത്തി. അത് ഈ മേഘവിസ്ഫോടനം, ലഘു മേഘവിസ്ഫോടനമാണ് അവിടെ ഉണ്ടായത്. അങ്ങനെ വെള്ളം എത്തിക്കഴിഞ്ഞാൽ ആ വെള്ളം വേണമെങ്കിലും അവിടെ ഉൾക്കൊള്ളിക്കാമായിരുന്നു. എവിടെയാണെന്നറിയാം, ഈ മണിയാർ ബാരേജ് തുറന്നു കിടക്കുകയാണ്. ഈ മണിയാർ ബാരേജ് അടച്ചിട്ടിരിക്കുകയായിരുന്നെങ്കിൽ അത്രയും കൂടി വെള്ളം അവിടെ ശേഖരിച്ച് മുന്നോട്ട് പോകുമായിരുന്നു. അത് പിന്നീട് കൺട്രോൾഡ്, നിയന്ത്രിതമായിട്ട് നമുക്ക് തുറന്നു വിട്ട് ഇതിൻ്റെ പിന്നെ ജലനിരപ്പ് ക്രമീകരിച്ച് നിർത്താൻ കഴിയുന്നത്. ഇവിടെ ഈ മണിയാർ ബാരേജിന് എന്താ സംഭവിച്ചിരിക്കുന്നത്? 3 വർഷമായിട്ട് ഇതിൻ്റെ ഷട്ടർ ഉയർത്തി വെച്ചിരിക്കുകയാണ്. അറ്റകുറ്റപ്പണിയുടെ പേരിൽ ഉയർത്തിയതാണ്. ഇനിയിപ്പോൾ താക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഏതാണ്ട് എല്ലാ സാധനങ്ങളെല്ലാം പോയി കിടക്കുകയാണ്. സ്വാഭാവികമായിട്ട് അതിൽ കൂടെ വെള്ളം ഒലിച്ചു കൊണ്ടേ ഇരിക്കും. അത് റാന്നി ചെന്ന് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് വെള്ളം ഇറങ്ങുമല്ലോ. ഇറങ്ങുന്ന പിന്നെ ചെന്ന് സ്റ്റോർ ചെയ്യുന്നതെന്ന് പറയുന്നത് ആറന്മുളയാണ്. ആറന്മുള ഇത്തവണ ശരിക്കും വെള്ളം കയറിയിട്ടുണ്ട്. അത് അവിടെ അതിന് വേണ്ട ആവശ്യത്തിന് വേണ്ട ക്യാമ്പുകളിൽ എല്ലാവിധ കാര്യങ്ങളും എത്തിക്കുകയും ചെയ്തു. അതിനുശേഷം എനിക്ക് തോന്നുന്നു ആ 2 പേരുടെ ഇപ്പോൾ അബിൻ വർക്കിയും പഴകുളം മധുവിൻ്റെയും വർക്കുകളാണ് എല്ലാവരും അവിടെ ശ്രദ്ധിച്ചത്. പക്ഷെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തത് സത്യത്തിൽ വർഗീസ് മാമനാണ്. തിരുവല്ലയിൽ അപ്പർ കുട്ടനാട്ടി മൊത്തം വെള്ളം കയറി കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം ഉറക്കം പോലും ഇല്ലാതെ രാപകൽ അവിടെ അദ്ദേഹം സെറ്റിൽ ചെയ്യുന്നുണ്ട്. അവിടെ തന്നെ ക്യാമ്പുകളിലെല്ലാം അദ്ദേഹം ഓടി നടന്നുകൊണ്ട് ആവശ്യം വേണ്ടിടത്ത് എല്ലാ വിധത്തിലും കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുമുണ്ട്. പിന്നെ കോന്നിയിൽ ഒരു സ്ഥലത്തും പ്രളയബാധിത മേഖലയായിട്ട് ഉണ്ടായിട്ടില്ല. മാത്രമല്ല അട്ടച്ചാക്കൽ പോലുള്ള കുറച്ച് സ്ഥലങ്ങളിലൊക്കെയാണ് വെള്ളം കയറിയതായിട്ട് നമ്മൾ കേട്ടത്. അത് തൂമ്പാക്കുളത്ത് എന്തോ ചെറിയ ഉരുള് പൊട്ടിയിട്ട് അച്ചൻകോവിലാറ്റി ജലനിരപ്പ് ഉയർന്നു. അതുപോലെ വയ്യാറ്റുപുഴയിൽ മണ്ണിടിച്ചിലുണ്ടായതേ ഉള്ളൂ. അവിടെ അത്രയും മാത്രമേ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അവിടെ എലിയറയ്ക്കൽ എങ്ങാണ്ടൊരു മഹാത്മാ ജനസേവന കേന്ദ്രമുണ്ട്. അതിലെ അന്തേവാസികളെ മാത്രം ഒരു മുൻകരുതൽ എന്നുള്ളതിൽ പ്രായം ചെന്ന ആൾക്കാരാണ്, അവരെ ഒരു ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരു ക്യാമ്പ് മാത്രമേ അവിടെയുള്ളൂ. ആറന്മുളയും റാന്നിയും പോലെ ഒരു ഭീകരാവസ്ഥ കോന്നിയിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ വെറുതെ അവിടെ കിടന്ന് എനിക്കിവിടെ ആരും ഒന്നും തന്നില്ല, ഇങ്ങോട്ടാരും വന്നില്ല എന്ന് പറഞ്ഞ് നിലവിളിച്ച് അദ്ദേഹം ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചതാണ്. എന്നാൽ ഇവർക്ക് വോയിസ് ഇല്ല. നിലവിൽ CPM-ന് വോയിസ് ഇല്ല. അവർ കൊണ്ടുവന്ന സംഭവങ്ങളൊക്കെ ചീറ്റിപ്പോയി. ആദ്യം കൊണ്ടുവന്ന എന്താ, രാജു എബ്രാഹിമിൻ്റെ ഡാം തിയറിയാണ്. ആ ഡാം തിയറി അപ്പം തന്നെ പൊട്ടിപ്പോയി. പിന്നെ കൊണ്ടുവന്ന നമ്മുടെ കോഴഞ്ചേരിയിലെ ബിജിലിമോനായിരുന്നു. ബിജിലിമോനെ അന്ന് തന്നെ പൊളിഞ്ഞിറങ്ങി. അപ്പം തന്നെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ബിജിലിമോൻ പൊളിഞ്ഞിറങ്ങി. അതിനുശേഷമുള്ള വേറെ ഒന്നും ചെയ്യാനും പറയാനും ഇല്ലാത്തതുകൊണ്ട് ഇയാൾ ഇങ്ങനൊരു സംഭവമായിട്ട് രംഗത്ത് വന്നതാണ്.
അതിനകത്ത് നമ്മുടെ യൂത്ത് കോൺഗ്രസ് നേതാവ് വിജയ് ഇന്ദുചൂഡൻ കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചർച്ചയിൽ ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ, അദ്ദേഹത്തിനോട് കുറച്ച് ചോദിച്ച ചോദ്യങ്ങളുണ്ടായിരുന്നു. അതായത് അതിലൊന്നായിരുന്നു ഈ ഈ മുഖ്യമന്ത്രി വന്നില്ലെങ്കിൽ പോലും MLA-മായിട്ട് കാര്യങ്ങൾ, അതായത് മറ്റുള്ളിടങ്ങളിൽ മുഖ്യമന്ത്രി സന്ദർശിക്കാത്ത ഇടങ്ങളിലുണ്ട്, അവിടെ MLA-മാർ കളക്ടർമാരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് തന്നെ നടത്തിയെന്ന് പറയുന്നുണ്ട്. അപ്പം ജനീഷ് കുമാറിന് അത്തരത്തിലൊരു കഴിവില്ല എന്ന് പുള്ളി തന്നെ സ്വയം വിളിച്ച് പറയുവാണോ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. അതേപോലെ തന്നെ ഈ റൂം ഫോർ റിവർ എന്ന് പറഞ്ഞ് ഇവർ കൊണ്ടുവന്നിരിക്കുന്ന അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു റിപ്പോർട്ട് എവിടെയെങ്കിലും സമർപ്പിച്ച അവിടെ ഒരു റിപ്പോർട്ടെങ്കിലും ഉണ്ടോ എന്ന് അത്തരത്തിലൊരു ചോദ്യം ചോദിക്കേണ്ടത്. ഈ ചോദ്യങ്ങൾക്കൊന്നും തന്നെ അദ്ദേഹത്തിനൊരു ഈ ചോദ്യത്തിന്റെ മുന ഒടിക്കുന്ന തരത്തിലുള്ള മറുപടി കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇല്ല, ഈ ജനീഷ് ചുമ്മാതെ വന്നിട്ട് ചുമ്മാ PC വിശ്വനാഥ് അവിടെ കിടന്ന് ഉറങ്ങുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അപ്പോഴേ കഴിഞ്ഞ ദിവസത്തെ ഈ ഫുഡ് വിഷയം വന്നില്ലേ സതീശൻ്റെ ഫുഡ് വിഷയം വന്നതുപോലെ തന്നെ ഉള്ളൂ. PC വിശ്വനാഥിന് ഉറങ്ങണ്ടേ? അദ്ദേഹത്തിന് എന്തായാലും ഈ ഓടിത്തളരുന്ന, എന്നാലും അവർ ഉറങ്ങിയിട്ടൊന്നുമില്ല, അത് വേറൊരു കാര്യം. അവർ രാപകലില്ലാതെ അവിടെ സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. PC വിശ്വനാഥൻ ഉറങ്ങണ്ടേ? ഒരു മനുഷ്യനല്ലേ, അയാൾക്ക് ഉറങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. അയാൾ മന്ത്രിയായി പോയതുകൊണ്ട് നിങ്ങൾ ഉറങ്ങാൻ പാടില്ല. പിണറായി വിജയൻ ഇവിടെ ഉറങ്ങാതെ ജനകത്തെ സേവിച്ചൊന്നുമില്ലല്ലോ. എല്ലാ ക്യാമ്പിലും വന്ന് അദ്ദേഹം ഉറങ്ങാതെ എല്ലാവരും ഉറങ്ങി വന്ന് ചോദിച്ചു ഇങ്ങനെ കണ്ണ് 2 തീപ്പെട്ടിക്കൊള്ളിയും വെച്ച് നടക്കുമെന്നും അല്ലായിരുന്നല്ലോ. VD സതീശനൊന്നും അല്ലെങ്കിൽ ഈ സ്ഥലത്ത് എത്തുകയെങ്കിലും ചെയ്തു. പിണറായി വിജയൻ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ടുണ്ടോ? പിണറായി വിജയൻ ഹെലികോപ്റ്റർ രമേശ് ചെന്നിത്തല വിളിച്ച് കയറ്റി ഇങ്ങനെ കറങ്ങി അടിച്ച് 2018 ഒന്നും ഞങ്ങൾ സർക്കാരിനെ പറയരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പാവം പിടിച്ച രമേശ് ചെന്നിത്തല അത് വിശ്വസിച്ചു. ഇല്ല, ഇതിനകത്ത് CPM-മാര് മുമ്പത്തെ സമയത്ത് പ്രളയ സമയത്തൊക്കെ രാഷ്ട്രീയം പറയുന്നേ എന്ന് നിലവിളിച്ചവരാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയം പറയുന്നത്. അല്ല, ഈ 2018 പിന്നീട് വന്ന LDF സർക്കാർ ഭരിക്കുന്ന പ്രളയകാലങ്ങളിലൊക്കെ തന്നെ ക്യാമ്പുകളിൽ ഈ പറയുന്ന ഷോർട്ടേജുകളും എന്താ പറയുന്നത് ഈ പല സാധനങ്ങളും കിട്ടാത്തതിൻ്റെ പരാതികളും ഉണ്ടായിരുന്നു. അവിടെ സമരമായിട്ടോ അതിനെതിരെ വിമർശനമായിട്ടോ ഒരു കോൺഗ്രസ്സുകാരനെ ഒരു പ്രതിപക്ഷത്തെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നു? അന്നേരം ഇപ്പൊ അവിടെ ഉള്ളവരെല്ലാം ക്യാമ്പിലുള്ളവരെല്ലാം കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് അത് പോവായിരുന്നു. അതിനകത്ത് പിന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥരടക്കം, ഇത് ആദ്യമാണ്, ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ്, ഉദ്യോഗസ്ഥരടക്കം ഈ രക്ഷാപ്രവർത്തനങ്ങളിൽ വലിയ വിമുഖത കാണിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവരുടെ രാഷ്ട്രീയമാണ്. ഇങ്ങനൊരു രാഷ്ട്രീയ കളിച്ച് ഞാൻ ഇത് ആദ്യമായിട്ട് കാണുകയാണ്. ഈ 10 വർഷം പിണറായി വിജയൻ ഭരിച്ചപ്പോൾ വെള്ളപ്പൊക്കവും ദുരിതാശ്വാസവും ഒക്കെ ഉണ്ടായി. അന്നും രാഷ്ട്രീയ കളി കളിച്ചത് CPM ആണ്. നമ്മുടെ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ അവിടെ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിച്ച മുസ്ലിം ലീഗുകാരെ കിച്ചൺ പൂട്ടിച്ച ടീമുകളാണ് ഇവർ. കാരണം അവർ നല്ല ഫുഡ് കൊണ്ട് കൊടുക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ അവർ ചിക്കനും മട്ടനും അവർ ഇറച്ചി മീനും എല്ലാം കൊണ്ടുവന്ന് അവിടെ ഫുഡ് ഉണ്ടാക്കി ജനത്തിന് കൊടുക്കാൻ, നല്ല സൂപ്പർ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി. അത് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഇവന്മാർക്ക് മനസ്സിലായി പണിവാളിയെന്ന്. ഉടനെ ഇവരെന്ത് ചെയ്തു? ആ കമ്മ്യൂണിറ്റി കിച്ചൺ അടച്ചു പൂട്ടിച്ചു. പിന്നീട് വലിയ പ്രതിഷേധമായി കഴിഞ്ഞപ്പോൾ അത് വീണ്ടും തുറക്കാൻ ഇവർ അനുവദിച്ചത്. ഇതേ അവസ്ഥ തന്നെയാണ് ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഇതുപോലെ ഏറെ കോട്ടയത്തോ മറ്റൊരു ക്യാമ്പിൽ ഒരു അമ്മച്ചിയെ കൊണ്ടുവന്ന് കണ്ടുപിടിച്ചിട്ട് അവരെ കൊണ്ട് ഇങ്ങനെ സർക്കാരിന് അവർ പറയുന്നത് എന്തുവാ, ഞങ്ങൾ ചോദിച്ചു അപ്പോഴാണ് ഇതെല്ലാം കൊണ്ടുവന്നതെന്ന്. ചോദിക്കാതെ ഇത് കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇവിടുത്തെ ആവശ്യം പറഞ്ഞെങ്കിലല്ലേ ആവശ്യത്തിന് കൊണ്ടുവരാൻ പറ്റൂ. അതുപോലെ ഈ പിന്നെ മാത്യു കുഴൽനാടിൻ്റെ മണ്ഡലത്തിലെ മൂവാറ്റുപുഴയിൽ അതാണ് ഞാൻ കണ്ടത്. മൂവാറ്റുപുഴയിൽ ഒരു അമ്മച്ചി വന്നിട്ട് പറയാണ്, ഞങ്ങൾക്ക് ആദ്യം ഇവിടെ വന്നപ്പോൾ തുണി ഒന്നുമില്ല. അപ്പോൾ പിന്നെ ഇത് കൊണ്ടുവരുന്നതെന്ന് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സർക്കാരുണ്ട്. ഇവർ സർക്കാരിനെ അങ്ങ് വിമർശിക്കുക, പക്ഷേ ഇവർ ചോദിച്ചതെല്ലാം അവിടെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മാത്രമല്ല ഈ മാത്യു കുഴൽനാടൻ ഇവരുടെ കൂടെ നിന്ന് ഫുഡും എല്ലാം കഴിച്ച് ആ ക്യാമ്പൊക്കെ വലിയ ജോളിയാക്കി കൊണ്ടുപോകുന്ന ഒരു കാഴ്ച ഇതിനകത്ത് കാണാൻ തുടങ്ങി. ഇത്തരം രാഷ്ട്രീയ മുതലെടുപ്പിന് ഇറങ്ങിയാണ് ഈ അപ്പുക്കുട്ടൻ എന്ന് വിളിക്കുന്ന ജനീഷ് കുമാറിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഞാനൊരു ഫേസ്ബുക്കിൽ ശ്രദ്ധിച്ച ഒരു കാര്യം, അതായത് ഒരു 2 ദിവസം മുൻപ് ജനീഷ് കുമാർ അതുപോലെ തന്നെ 2018 VD സതീശന്റെ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം ഒരാളോട് തർക്കിക്കുന്നതായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ പശ്ചാത്തലം ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹം അന്ന് ഈ ക്യാമ്പുകളിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ അന്ന് അദ്ദേഹം ആ ലോറിയിൽ ഇരുന്നുകൊണ്ട് വീടുകളിലുള്ളവർക്ക് കൊടുക്കുന്നത് സംബന്ധിച്ചായിരുന്നു, അത് കൊടുക്കാനായിട്ടായിരുന്നു അദ്ദേഹം പോയിരുന്നത്. അന്ന് ഈ അത് എന്താണ് ഭയങ്കരമായിട്ട് തർക്കിക്കുന്നു, എന്താണ് അത്തരത്തിൽ മറ്റൊരു രീതിയിൽ വളച്ചൊടിക്കാനായിരുന്നു ജനീഷ് കുമാർ ശ്രമിച്ചത്. പക്ഷേ ആ സാധനത്തിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ക്യാമ്പുകളിൽ ഉള്ളവർക്ക് പോലെ തന്നെ ഇത്തരത്തിൽ പ്രതിസന്ധി വീടുകളിൽ കഴിയുന്നവർക്ക് സാധനം എത്തിക്കാനായിട്ടാണ് ശ്രമിച്ചത്. അപ്പോൾ അന്ന് തടസ്സം നിന്ന ആളോട് നീ പോടാ എന്ന അത് അങ്ങനെ തന്നെയാണ് അദ്ദേഹം CPM-മാര്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ വീട്ടിലേക്കല്ല കൊണ്ടുപോകുന്നതെന്ന് അദ്ദേഹം ആ കൂട്ടത്തിൽ പറയുകയും ചെയ്തു. അപ്പോൾ ഇതിന്റെ പശ്ചാത്തലം ഇത് ഇപ്പം ഇത്തരത്തിൽ അതിന്റെ പശ്ചാത്തലം എന്താണെന്നുള്ള രീതിയിൽ വീഡിയോകൾ വരുമ്പോൾ ഈ ജനീഷ് കുമാറിന്റെ ആ വാദത്തിനും പിന്നെയും ഈ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ബൂമറാങ് ആയിട്ട് പിന്നെ അദ്ദേഹത്തിന് തന്നെ തിരിച്ചടി കിട്ടുന്ന ഒരു ഇതായിട്ട് അതും മാറി. ജനീഷ് അവിടെ നിന്ന് ആളാകാൻ നോക്കിയതാണ്. കാരണം നമുക്കറിയാം സതീശൻ വന്നിട്ട് ആറന്മുളയാണെങ്കിലും റാന്നിയിലാണെങ്കിലും വന്നിട്ട് ക്യാമ്പുകളിലെല്ലാം സന്ദർശിച്ച ശേഷം അദ്ദേഹം അവിടുത്തെ ജനങ്ങളെയും വ്യാപാരികളെയും മൊത്തം കയ്യിലെടുത്തിട്ടാണ് പോകുന്നത്.
അവിടെ വെച്ച് തന്നെ അദ്ദേഹം സഹായം പ്രഖ്യാപിക്കുന്നു, ജനങ്ങളോട് അവരുടെ സംശയങ്ങൾ വരുന്നു, അവരുടെ ഇല്ലായ്മകൾ ചോദിച്ചറിയുന്നു, എല്ലാം പെർഫെക്റ്റ് ആക്കി വരുന്നു. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉദ്യോഗസ്ഥർ ഭയങ്കര കളി കളിച്ചു. ഇതിനകത്ത് അന്തം കമ്മികളായിട്ടുള്ള ഉദ്യോഗസ്ഥർ ഒത്തിരി പേരുണ്ട്. ജനങ്ങളെ ദുരിതത്തിലാക്കുക എന്നുള്ളതാണ്. ഞാൻ ഇന്നലെയും നമ്മുടെ ലൂസ് ടോക്കിനകത്ത് പറഞ്ഞിരുന്ന ഒരു പോസ്റ്റർ കണ്ടായിരുന്നു, അതായത് സലീം കുമാർ ഇങ്ങനെ വെള്ളത്തിലോട്ട് ചാടുന്ന മായാവി സിനിമയിലെ പോസ്റ്റർ. അതായത് അതിൻ്റെ ആ ക്യാപ്ഷനാണ്, സതീശൻ സർക്കാരിനെ നാണം കെടുത്താൻ വേണ്ടി മരണസംഖ്യ കൂട്ടിക്കാണിക്കാൻ വേണ്ടി നദിയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്ന അന്തം കമ്മി എന്ന് പറഞ്ഞു. സുമേഷ് ചെമ്പട. അത് ഭയങ്കര, അത് സത്യമാണ്. മരണസംഖ്യ കൂട്ടാൻ വേണ്ടി ഇവന്മാർ വേണേ ആത്മാഹൂതി ചെയ്ത് കളയും എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ സർക്കാരിനെ എങ്ങനെയും താറടിക്കുക എന്നുള്ളത് ഇവരെ എങ്ങനെ നോക്കിയിട്ട് കേൾക്കുന്നില്ല. ആദ്യത്തെ ദിവസം PR വർക്കായിരുന്നു, പിന്നെ പിണറായി വിജയൻ ആയിരുന്നെങ്കിൽ, ആ മനുഷ്യനായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞു. അത് ഭയങ്കരമായിട്ട് ചീറ്റിപ്പോയി. കാരണം ക്യാമ്പിലുള്ള ആൾക്കാർ വരെ വന്ന് അതിനടിയിൽ തെറിയും വിളിച്ചിട്ട് പോയി. അതെ, മാത്രമല്ല ഇവർ ഇതുവരെ കൊണ്ടുവന്ന ഒരു ആരോപണം തന്നെ അങ്ങോട്ട് നിലനിൽക്കുന്നില്ല. ഇവർക്ക് ഒന്നിനകത്തും പിടികിട്ടുന്നു. ഇപ്പൊ ഈ ജനീഷ് കുമാറിന് പറ്റിയ ഒരു മിസ്റ്റേക്ക് ഇതാണ്. ജനീഷ് ഒരു നല്ല MLA ആണ്. പക്ഷെ ജനീഷിന് ഏറ്റവും വലിയ പ്രശ്നം, ജനീഷ് സംസാരിക്കാൻ അറിഞ്ഞൂടാ. അവിടെ അത് മാത്രമേ ഉള്ളൂ അയാൾക്ക് ഒരു ഡിഫോൾട്ട് ഉള്ളത്, അല്ല ഒരു ഫോൾട്ട് ഉള്ളത്. അയാൾക്ക് സംസാരിക്കുന്ന എല്ലാം ട്രോളായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അതെല്ലാം ട്രോളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അദ്ദേഹത്തിന് പലതും പറയണമെന്നുണ്ട്, പക്ഷെ അത് പറഞ്ഞു വലിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിനകത്തെ പ്രശ്നം. അതാണ് ഇവിടെയും സംഭവിച്ചത്. ഇത് വെറുതെ ആവശ്യമില്ലാതെ ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടി പുള്ളി ഒന്ന് കരഞ്ഞു നോക്കിയതാണ്. അത് ആദ്യം അദ്ദേഹം സ്വന്തം മണ്ഡലത്തിലെ കാര്യങ്ങളിൽ എത്രത്തോളം രൂക്ഷത ഉണ്ട് എന്ന്, എത്രത്തോളം രൂക്ഷമാണ് എന്നുള്ളത് അദ്ദേഹം ശ്രദ്ധിക്കേണ്ടിയിരിക്കും. അത് ശ്രദ്ധിക്കാതെ മുഖ്യമന്ത്രി പോകുമ്പം CPM പോലെ അല്ല കോൺഗ്രസ് എന്ന് ഓർക്കുക. സംസാരിക്കാൻ അറിയാവുന്ന പിള്ളേരാണ് മൊത്തം ഉള്ളത്. അത് ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർക്ക് നല്ല ഭംഗിയായിട്ട് സംസാരിച്ച് ഇപ്പം ഇപ്പോഴും അറിയാം, രാഹുൽ മാങ്കോട്ടാണ് അവരെ സൈബർ പോരാട്ടം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് രാഹുലിനെ നേരെ ഒന്ന് നിൽക്കാൻ പോലും ഇവർക്ക് പറ്റും. മാത്രമല്ല മുൻപുണ്ടായിരുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ CPM നല്ല രീതിയിൽ സൈബർ ഇടത്തിൽ വല്ലാതെ വ്യാപിച്ചു കിടന്നു ഇവരെ കോൺഗ്രസിനെ അങ്ങോട്ട് ആക്രമിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം കോൺഗ്രസിന്റെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ആക്രമിക്കുന്നതിന് അതേ അളവിൽ തിരിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിൽ കോൺഗ്രസും സൈബർ ഇടത്തിൽ കുറച്ച് സ്ട്രോങ് ആയി മാറിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലെ അതിഭീകര തോൽവിയെ തുടർന്ന് ഇവരെ സൈബർ സേന ചിതറിപ്പോയി. ഈ CPM-ന്റെ ഇപ്പോൾ ആരും പോസ്റ്റ് ഇടാൻ പോലും വരുന്നില്ല. ഇനി അഥവാ പോസ്റ്റ് ഇട്ടാൽ തന്നെ ഇപ്പോൾ പിണറായി വിജയൻ ഒരു പോസ്റ്റ് ഇട്ട് അതിൻ്റെ അടിയിൽ നോക്കി ചിരിക്കുന്ന ഇമോജി അല്ലാതെ എന്തെങ്കിലും കാണാനുണ്ടോ? അതുപോലെ അതിനകത്ത് ആരെങ്കിലും ഒരാൾ പിണറായി വിജയന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് കൈ പൊക്കി ഒരു ഇമോജിയെങ്കിലും ഇടുന്നുണ്ടോ? ഇടുന്നില്ല. അതേസമയം പൂക്കുറ്റി തെറി അതിനടിയിലുണ്ട്. പിണറായി വിജയനോ തനിക്ക് നിർത്തിക്കൂടെയോ താരൊറ്റ ഒരുത്ത കാരണോ? കാരണം ജനം അതുപോലെ വെറുതെ ഒരാളാണ്. അതിനെ ഇനിയും അയാളെ തിരിച്ചു കൊണ്ടുവരാൻ ഇവർ എന്തൊക്കെ സുമേഷ് ചെമ്പടയും കാവിപ്പടയൊക്കെ എങ്ങനെ തള്ളിയിട്ട് ഒരു കാര്യവുമില്ല. മനസ്സിലായില്ലേ? അതാണ് സംഭവിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ജനീഷ് കുമാർ ഈ വിഷയത്തിൽ വലിയ ഹൈപ്പ് നേടി വന്നതാണ്. മാധ്യമങ്ങളിലൊക്കെ വലിയ ഫ്ലാഷൊക്കെ അടിച്ച് വന്നതാണ്. പക്ഷേ അദ്ദേഹം ഇനിയും മിണ്ടാതിരുന്നാൽ അദ്ദേഹം അത്രയും സേഫ് ആവും. അത്രയേ ഉള്ളൂ. അതാണ് ജനീഷ് ചെയ്യേണ്ടത്. അതാണ്